ഇനി മുതൽ എന്തെങ്കിലും കാരണവശാൽ വിമാനം റദ്ദാക്കുകയോ പുറപ്പെടാൻ 2 മണിക്കൂറിലധികം വൈകുകയോ യാത്രക്കാരന് വിമാനത്തിൽ പ്രവേശനം നിഷേധിക്കുകയോ ചെയ്താൽ കമ്പനികൾ വലിയ തുക നഷ്ടപരിഹാരമായി നൽകേണ്ടിവരും. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ പുതിയ ചട്ടപ്രകാരമാണ് തീരുമാനം. യാത്ര നിഷേധിച്ചാൽ 20,000 രൂപയും വിമാനം റദ്ദാക്കുകയോ വൈകുകയോ ചെയ്താൽ 10,000 രൂപയോ നഷ്ടപരിഹാരമായി നൽകണമെന്നതാണ് പുതിയ നിർദ്ദേശം. ഓഗസ്റ്റ് 1 മുതൽ പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരും. നിലവിൽ വിമാനം റദ്ദാക്കുന്നതിനും യാത്ര നിഷേധിക്കുന്നതിനും പരമാവധി 4,000 രൂപ വരെയാണ് നഷ്ടപരിഹാരമായി നൽകുന്നത്. പല അവസരങ്ങളിലും വിമാനയാത്ര തടസ്സപ്പെടുന്നത് യാത്രക്കാർക്ക് വലിയ നഷ്ടമാണുണ്ടാക്കാറുള്ളത്. മിക്കവരും വലിയ തുക നൽകിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് യാത്ര തടസ്സപ്പെട്ടാൽ പൂർണ്ണ ഉത്തരവാദിത്വം കമ്പനി അധികൃതർ ഏറ്റെടുക്കണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നുമുള്ള നിർദ്ദേശം ഡയറക്ടർ ജനറൽ ഓഫ് ഏവിയേഷൻ മുന്നോട്ട് വെച്ചത്. പല കാരണങ്ങൾ കൊണ്ടും വിമാനയാത്ര തടസ്സപ്പെടുന്നതും വൈകുന്നതും പതിവായ സാഹചര്യത്തിൽ കൂടിയാണ് തീരുമാനം. ഡൗൺലോഡ് ചെയ്യാം ന്യൂസ് മൊബൈൽ ആപ്പ് ഗൂഗിൾ പ്ലേ, ആപ്പിൾ സ്റ്റോർ വഴി.